ഇത്രമാത്രം മനസ്സിലാകാതിരിക്കുവാനുള്ള കാര്യങ്ങൾ അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ശൈലജയ്ക്ക് മനസ്സിലാവാതിരുന്നാലും കേരളത്തിലെ പ്രബുദ്ധരായ ജനത്തിന് മനസ്സിലാവുന്നുണ്ട് ആ 100 സീറ്റിലേക്ക് UDF നടന്നു കയറുമെന്നുള്ള കാര്യത്തിൽ ശൈലജയ്ക്ക് തർക്കങ്ങളൊന്നും വേണ്ട. മനസ്സിലായില്ലേ? ശൈലജ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ശൈലജ പറകയിൽ തോറ്റു എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. 1,14,506 വോട്ടിന് ഷാഫി പറമ്പിലിനോട് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ശൈലജ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മാത്രം മതി. മനസ്സിലാകും എന്താണ് കാര്യമെന്നുള്ളത്. ഒന്ന് ഇരുത്തി ചിന്തിക്കുക. എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനോട് 8 നിലയിൽ പൊട്ടി? അത് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ ശൈലജയ്ക്ക് മനസ്സിലാകും UDFന് 100 ലഭിക്കുക, അത് 100ന്റെ മുകളിലാണോ പോവുക എന്നുള്ള കാര്യം ശൈലജയ്ക്ക് വ്യക്തമായി മനസ്സിലാകുന്നത്. അതുകൊണ്ട് ശൈലജ വല്ലാതെ അങ്ങ് അമിത ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒന്നും വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എങ്ങനെയാണോ വടകരയിൽ പൊട്ടിയത് അതുപോലെ UDFന് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 അല്ല 100ക്കും മേലെ, അതുക്കും മേലെ എന്നുള്ള ഒരു ഫിഗറിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളത് ശൈലജയ്ക്ക് ബോധ്യമാകും. അപ്പോൾ ശൈലജയ്ക്ക് മനസ്സിലാകും എന്തായിരുന്നു UDFന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം, എന്തുകൊണ്ടാണ് അവർ 100 കിട്ടുമെന്ന് പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ ശൈലജയ്ക്ക് മനസ്സിലാവും.